നമസ്കാരം. ഞാനൊരു വീഡിയോ ചെയ്യണമെന്ന് ഓർത്ത് കുറച്ച് ദിവസമായി വീഡിയോ ചെയ്യണമെന്ന് ഓർത്ത്, പക്ഷേ ആ വീഡിയോ ചെയ്യണോ വേണ്ടയോ എന്ന് ആലോചിച്ചു. പക്ഷേ ഈ ചാനലുകളിലെ ഒരു യുദ്ധമുണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യാൻ തുടങ്ങി. ഞാനിപ്പം ഇന്ന് സിസ്റ്റത്തിന് മുമ്പ് ഇരുന്നപ്പം കുറേ സംഭവങ്ങൾ കണ്ടു. കഴിഞ്ഞ ദിവസം നമുക്കറിയാം ശ്രീകണ്ഠൻ നായർ സാറല്ലേ, ശ്രീകണ്ഠൻ സാറിന് നമുക്ക് എല്ലാവർക്കും അറിയാം. ശ്രീകണ്ഠൻ സാറിൻ്റെ ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നു. ഓഡിയോ ക്ലിപ്പ് എന്ന് വെച്ചാൽ അവരുടെ ഗ്രൂപ്പിലാണ് 45-47 ആളുകളുള്ള ഗ്രൂപ്പിൽ ഒരു ഓഡിയോ വന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു. ആ ഗ്രൂപ്പിൽ പറയുന്നത് നമുക്കറിയാം, CPIMൻ്റെ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ മാധ്യമപ്രവർത്തനം രംഗത്ത് രണ്ടുപേർ അവരുടെ ചാനലിലുള്ള ദീപക് തർമ്മടവും ശ്രീജിത്തുമാണ്. ഈ രണ്ടുപേരും ഉണ്ടായിരുന്ന ഈഗോ ക്ലാഷാണ്. ഈഗോ വർക്കായിട്ട് ഒരു പ്രശ്നമുണ്ടായി. AK ബാലൻ പൊട്ടിക്കരയുന്ന ഒരു സീൻ, അത്തരം വാക്കുകൾ ഇടറുന്ന ഒരു സന്ദർഭം ഉണ്ടാകുകയും ചെയ്തു. ആ സന്ദർഭത്തിൽ അത് കൃത്യമായി തന്നെ 24-ന് ലഭിച്ചില്ല എന്നാണ് ശ്രീകണ്ഠൻ സാർ പറയുന്നത്. ശ്രീകണ്ഠൻ സാറെ സംബന്ധിച്ചും അദ്ദേഹത്തിന് ജീവവായുവാണ് ചാനൽ എന്ന കാര്യത്തിൽ യാതൊരു സംശയം. അതിൻ്റെ ഒരു പ്രാധാന്യം ഇവർ കൊടുത്തില്ല എന്നാണ് ശ്രീകണ്ഠൻ സാർ പറയുന്ന വാക്കുകൾ ഇപ്രകാരമാണ്. ഇതൊന്ന് കേട്ടു നോക്കുക. ആ ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നപ്പോൾ ആ ഓഡിയോയിൽ പറയുന്ന ഇപ്രകാരമാണ്. ശ്രീജിത്തും ദീപക് തർമ്മടും നോക്കി നിൽക്കുമ്പോഴാണ് AK ബാലൻ പൊട്ടിക്കരയാൻ ശ്രമിക്കുന്നതും അത് മീഡിയ വണ്ണിൻ്റെ എക്സ്ക്ലൂസീവായിട്ട് സംഭവമായിട്ട് വരുന്നത്. പിന്നീട് എനിക്ക് ഒരു കാര്യം കൂടെ ബോധ്യപ്പെട്ടു. ശ്രീജിത്തിന് ഏകോപനം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല എന്ന് മനസ്സിലായി. അത് വളരെ വ്യക്തിപരമായിട്ട് ദീപക് തർമ്മട് എടുത്തു എന്നുള്ളതും ഈ കൊല്ലത്ത് സംഭവിച്ച ദുരന്തത്തിന്റെ കാരണമായിട്ട് ഞാൻ കാണുന്നു. എന്തായാലും നിങ്ങളുടെ വിശദീകരണം എത്രയും പെട്ടെന്ന് അയക്കുക. എനിക്ക് ഐ എം വെരി പർട്ടിക്കുലർ കേട്ടോ. ഞാൻ അതിനകത്തൊരു ആക്ഷൻ എടുക്കും എന്തായാലും. ഈ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് കവർ ചെയ്യാൻ പോയ ആളുകളുടെ രീതികൾ ഒരു പ്രക്ഷേപണ മാധ്യമത്തിന് പറ്റിയതല്ല എന്ന് പറയാൻ വേണ്ടി ഞാൻ ഓടി വിടുന്നത്. ശരിക്കും പോളിറ്റ് ബ്യൂറോ അംഗത്തിന്റെ റിപ്പോർട്ട് കണ്ടായിരുന്നു എന്ന് ദീപക് തർമ്മടം പറയുന്നു. എന്നാൽ ഞാൻ വാർത്ത കൊടുക്കാൻ എന്നെ ഏൽപ്പിച്ചിട്ടില്ല എന്ന് പറയുന്നു. ശ്രീജിത്ത് പറയുന്നു ബൈറ്റ് എടുക്കാൻ ഏൽപ്പിച്ച് പുള്ളി ചെയ്യത്തില്ല എന്ന് പറയുന്നു. ഒരു മീറ്റിംഗ് പോലും ശ്രീജിത്ത് വിളിച്ചില്ല. ഏകോപനത്തിന് ചുമതലയുണ്ടായ ശ്രീജിത്ത് അതിൽ ഫെയിൽ ചെയ്തു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മാത്രമല്ല വ്യക്തിപരമായ ഈഗോ കൊണ്ട് പല കാര്യങ്ങളും സംപ്രേഷണം ചെയ്തില്ല എന്നുകൂടി ഇവരുടെയൊക്കെ വാക്കുകൾ വ്യക്തമാകും. ഞാൻ വളരെ ആഴത്തിൽ അന്വേഷിച്ചപ്പം ദീപക്കും ശ്രീജിത്തും പിടിച്ച ഈഗോ യഥാർത്ഥത്തിൽ നമ്മുടെ 24-ന്റെ പ്രക്ഷേപണത്തെ ബാധിച്ചിട്ടുണ്ട്. അപ്പം ഇത് യഥാർത്ഥത്തിൽ നിങ്ങൾ വളരെ സീനിയറായിട്ടുള്ള ആളുകളുടെ ചക്രവർത്തി പോരാട്ടം ഈഗോ ആണ്. ഇത്തരം പോരാട്ടങ്ങൾ നടത്താനുള്ള സ്ഥലത്തേക്കാണോ നമ്മുടെ പണവും ചെലവഴിച്ച് സമയവും ചെലവഴിച്ച് ആളുകൾ പോകുന്നതെന്ന് ആലോചിക്കണം. ഇത് ശ്രീജിത്തും ദീപക് തർമ്മടവും മറ്റുള്ള 4 പേരും എന്താണ് സംസ്ഥാന സമ്മേളനത്തിൽ സംഭവിച്ചെന്നുള്ളത് എന്നെ രേഖാമൂലം അറിയിക്കണം. എന്ന് മാത്രമല്ല, ഏത് കക്ഷിയായാലും അത് ഈ സ്ഥാപനത്തിലെ ഏത് ഡെസിഗ്നേഷൻ ഇരിക്കുന്ന ആളായാലും ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ അനുവദിക്കത്തില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കൂടിയാണ് ഞാൻ ഈ വോയിസ് ഇടുന്നത്. മറ്റേ സീനിയേഴ്സ് ഇത് വായിച്ചറിയട്ടെ. മാത്രമല്ല, ഈ സ്ഥാപനമാണോ വലുത്, നിങ്ങളുടെ ഈഗോ ആണോ വലുത് എന്നുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് സംശയം തോന്നുക. ഈഗോ നിങ്ങൾക്ക് പിന്നെ പിടിക്കായിരുന്നല്ലോ, സ്ഥാപനം നന്നായിട്ട് പോട്ടെന്നുള്ളതല്ലേ. നമ്മൾ ഈ മത്സരത്തിന് മുൻപിൽ ബ്ലീഡ് ചെയ്യുന്ന സമയത്ത് കൊല്ലത്ത് പോയി കിടന്ന് ഇങ്ങനെയൊക്കെയുള്ള പോരാട്ടങ്ങൾ നടത്തുന്നവർ ഈ സ്ഥാപനത്തോട് ചെയ്യുന്ന ദ്രോഹം എന്താണെന്ന് ഇവർക്ക് ആലോചിക്കുന്നുണ്ടോ? ഞാനിപ്പോൾ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. എൻ്റെ മെന്റലി ഞാൻ വളരെ രോഷത്തിലാണെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഇതൊരു ഇന്റേണൽ എമർജൻസി ഞാൻ ഈ സ്ഥാപനത്തിൽ പ്രഖ്യാപിക്കുകയാണ് 24-ൽ. കാരണം നമുക്ക് ഐ എം ഫെഡ് അപ്പ്. കാരണം ഇത്രയും കാര്യങ്ങൾ ഈ ഓഫീസിനകത്ത് സംഭവിക്കുന്നത് ഞാൻ നോക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ ഈ ഒറ്റയ്ക്ക് വാർഡെടുക്കാൻ തീരുമാനിച്ചു. അതാണ് ദാറ്റ് ഈസ് മൈ ഡിസിഷൻ. ഓക്കെ. ഇന്ന് ഒരു അല്പസമയം മുമ്പ് വേറൊരു സംഭവം ഉണ്ടായി. അതാണ് എന്നെയൊക്കെ ഞെട്ടിച്ചത്. അത് വേറൊരു സംഭവം തന്നെ മറ്റേ ഗ്രൂപ്പിൽ വന്നത്. പക്ഷേ ആ ഗ്രൂപ്പിൽ വന്ന സാധനം ഒന്നും കൂടെ പറയാം. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആ 24-ന്റെ ഒരു അന്വേഷണം വെച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് 46-45 പേരോളം ഉള്ള ഒരു ഗ്രൂപ്പിൽ നിന്ന് പോയപ്പോൾ അതിന് സൈബർ സെല്ലിന് കൈമാറിയിട്ടുണ്ട്. ഇത് ചെയ്ത ആരാണെങ്കിലും അതൊരു തുരപ്പൻ്റെ പണിയെന്ന് പറയാം. പക്ഷേ സ്വന്തം ഗ്രൂപ്പിലുള്ള സാധനം എടുത്ത് ചോർത്തി കൊടുത്തത് തുരപ്പൻ്റെ പണിയാണ്. പക്ഷേ അവരെ അന്വേഷിക്കാൻ വേണ്ടി ഇപ്പോൾ ശ്രീകണ്ഠൻ സാർ ഉൾപ്പെടെ ഉള്ളവർ സൈബർ സെല്ലിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവർ കണ്ടുപിടിക്കാൻ തന്നെയാണ് തീരുമാനിച്ചതെന്ന് കാര്യത്തിൽ സംശയമില്ല. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഇന്ന് അല്പസമയം മുമ്പ് ഒരു വിഷയം നടന്നു. അത് എന്നെയും അത്ഭുതപ്പെടുത്തി. കാരണം ഞാനും റിപ്പോർട്ടർ ടീമിൽ വർക്ക് ചെയ്തതാണ്. ഞാനും ഫീൽഡിൽ പോയിട്ടുള്ള ആളാണ്. ഫീൽഡിൽ പോകുമ്പോൾ പല മൊബൈൽ റേഞ്ചിൻ്റെ വിഷയം വരും ഇല്ലേ, ഉറപ്പായിട്ട് റേഞ്ചിൻ്റെ വിഷയം വരും. അല്പസമയം മോഹൻലാൽ, നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ ശബരിമല ദർശനത്തിന് പോയി. ആ ശബരിമല ദർശനത്തിന് പോയപ്പോൾ ആ എമ്പുരാന് മുമ്പ് ശബരിമലയിൽ പോയി ദർശനം നടത്തുന്ന സമയത്ത് റിപ്പോർട്ട് TV-യുടെ റിപ്പോർട്ടറായ പത്തനംതിട്ട റിപ്പോർട്ടറാണ്. ആ റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ റിപ്പോർട്ട് ചെയ്യുന്നതിന് വോയിസ് വിട്ടു പോകുന്നു. സ്വാഭാവികമായിട്ട് ഇപ്പം ലാലേട്ടൻ കയറുന്നതിനൊപ്പമായിരിക്കും കയറിക്കൊണ്ടിരിക്കുന്നത്. വോയിസ് വിട്ടുപോയപ്പോൾ സുജയ പാർവതി വളരെ മോശമായ നിലയിൽ പ്രതികരിക്കുന്ന ഓൺ എയറിൽ പോവുകയാണ്. ഒന്ന് ആലോചിക്കണം, ഇവനെവിടെയെങ്കിലും നിന്നുകൂടെ? ഒരു റിപ്പോർട്ടറുടെ അടുത്താണ് ചോദിക്കുന്നത്. അത് ചോദിക്കുന്നത് ഒരു സീനിയർ റിപ്പോർട്ടറും കൂടെയാണ്. ഞാനൊക്കെ ഉള്ളപ്പോൾ തൊട്ടുള്ള നല്ല റിപ്പോർട്ടിങ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് മാനസികമായിട്ട് എന്തുമാത്രം ഇൻസൾട്ടിങ് ഉണ്ട്. സുജിയ ചോദിക്കുന്നത് കൃത്യമായിട്ട് കേൾക്കാം. ഒന്ന് കേട്ടു നോക്കൂ. എമ്പുരാന്റെ റിലീസിന് മുമ്പ് ശബരിമലയിലെത്തി അയ്യപ്പ ദർശനം കൂടി നടത്താൻ മോഹൻലാൽ എത്തിയിരിക്കുകയാണ്. ആരൊക്കെയാണ് ഒപ്പമുള്ളത്? സുജിയ 3/4 മണിക്കൂർ മുമ്പാണ് മോഹൻലാൽ പമ്പയിൽ എത്തിയത്. അവിടെ പമ്പ ക്ഷേത്രത്തിൽ നിന്നും കെട്ട് വെച്ച ശേഷമാണ് നിന്ന് സംസാരിച്ചു. സുജിയ ശേഷമാണ് നിന്ന് സംസാരിച്ചു.
ശരിയാ. ഈ വാക്കുകൾ, സുജയയുടെ വാക്കുകൾ ഇപ്പോൾ പരിഹാസത്തോടു കൂടിയാണ് കമൻറ്റുകൾ വരുന്നത്. ഒരിക്കലും അങ്ങനെ ഒരാളെ കേൾപ്പിക്കാൻ കഴിയില്ല. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ ചൂണ്ടിക്കാട്ടിയാണ്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നിയത്, ഇത് കട്ട് ചെയ്താണ് ഇട്ടിരിക്കുന്നത്. കട്ട് ചെയ്തിടുമ്പോൾ അത് കൊടുക്കാതെ ഓണറിൽ പോയത് പോട്ടെ, കട്ട് ചെയ്തിടുമ്പോൾ അവിടെ ഇരിക്കുന്ന എഡിറ്റർമാർ ശ്രദ്ധിക്കാം. അപ്പം മനഃപൂർവ്വം ഇത് പുറത്തേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചവരുമുണ്ട്. അപ്പോൾ റിപ്പോർട്ട് ചാനലും 24 ചാനലും ഒന്ന് ആലോചിക്കണം. 24 റിപ്പോർട്ടും മത്സരമാണ്. റേറ്റിങ്ങിന് മത്സരം നടക്കുമ്പോൾ ഇങ്ങനെയാണ് പ്രഷർ ചെയ്യുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരിക്കലും ഒരു ഫീൽഡിൽ നിൽക്കുന്ന ആളുടെ വീര്യം കളയുന്ന രീതിയിലുള്ള ഒരു സംഭാഷണമാണ് ഓണർ പോയത്. അത് അംഗീകരിക്കാൻ, അപ്പോൾ ഈ ചാനലുകളിലെ യുദ്ധം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ഞാൻ പ്രേക്ഷകർ മുമ്പിലേക്ക് എത്തിക്കുന്നത്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.